ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ചൂട് കാലത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നമായിരിക്കും, നമുക്ക് കണ്ണിൽ ചുവപ്പ് കളർ വരും. ചെങ്കണ്ണ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ സാധാരണ ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത ആൾക്കാർക്കൊക്കെ ചെങ്കണ്ണ് വരും. അപ്പോൾ ഈ ചെങ്കണ്ണ് വരുന്നത് പല വിധത്തിലുണ്ട്. കണ്ണ് ചുവന്നിരിക്കും, കണ്ണിൽ നിന്ന് വെള്ളം വരും, മഞ്ഞ പീള പോലെ വന്നിട്ട് കണ്ണ് രണ്ടും കൂടെ അടഞ്ഞിരിക്കുക, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള സൊല്യൂഷനായിട്ടുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു മൺകലത്തിലാണ്. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മൺകലത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഈ വെള്ളം നമ്മൾ കുടിക്കുകയും ഈ തണുത്ത വെള്ളത്തിൽ നമ്മളെ മുഖം കഴുകുകയും ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. നല്ല പോലെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട്, കണ്ണിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. അപ്പം നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന വെള്ളത്തേക്കാളും നല്ലൊരു കൂളിംഗാണ് നമുക്ക് ഈ മൺകലത്തിലെ വെള്ളത്തിന് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ മൺകലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക, ആ വെള്ളം കുടിക്കുകയോ മുഖം കഴുകാനോ ഒക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് നമ്മൾ മുഖം കഴുകുകയാണെങ്കിൽ ഈ പീളടിയുന്ന ഒരു രീതിയും പിന്നെ കണ്ണിന് നല്ലൊരു കൂളിംഗ് കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ? രണ്ടാമത്തെ ടിപ്പിൽ നമ്മൾ എടുത്തിരിക്കുന്നത് തണ്ണിമത്തനാണ്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ കിരണായിട്ടോ തണ്ണിക്കായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെടുക്കുമ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. നമുക്ക് ഇത് വരാനുള്ള സാധ്യതയും കുറയ്ക്കും കേട്ടോ, തണ്ണിമത്തൻ ഈ ചൂട് സമയത്തൊക്കെ ചെയ്താൽ. ഇനിയിപ്പോൾ തണ്ണിമത്തൻ നമുക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വന്നാലും ഉപയോഗിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ തണ്ണിമത്തൻ്റെ കുറച്ച് പീസുണ്ട്, അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ വെറുതെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ കണ്ടോ, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിനൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും ആ ഒരു എന്തുണ്ടാവുമല്ലോ, അപ്പോൾ ഇത് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് അരിച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ അരിച്ചൊഴിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഈ എടുക്കുന്ന വെള്ളം എപ്പോഴും ശുദ്ധമായ വെള്ളം തന്നെ എടുക്കുക, നമുക്ക് കണ്ണിൽ ഒഴിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം അരിച്ച്, നമ്മുടെ തണ്ണിക്കയുടെ വെള്ളം ജ്യൂസ് എടുത്തിട്ട് ജ്യൂസ് ഒന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചൊഴിച്ചിട്ടുണ്ട്. കാരണം ഇത് അരിക്കണം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്ത് കുഞ്ഞു തരി പോലെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കണ്ണിലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് കണ്ണ് മുഖമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നല്ല പോലെ കോരി ഒഴിച്ച് കഴുകിയെടുക്കുക. അപ്പോൾ കഴുകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് കിട്ടും, നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ മാറും, നല്ലൊരു കൂളിങ്ങും കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് മുഖം കഴുകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ, നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ തണ്ണിമത്തൻ്റെ ഈ ഒരു ചെറിയൊരു പീസ് മതി. നമുക്ക് സാധാരണ ചെങ്കണ്ണുള്ളവരൊക്കെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി സംഭവമാണ്. കാരണം ശരിക്കും നമ്മുടെ ആ കണ്ണിൻ്റെ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. കാരണം ഇത് കൊണ്ട് നമ്മൾ കഴുകുന്നത് കൊണ്ടോ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, ചെങ്കണ്ണിന് പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിനി കുറച്ചുകൂടി നിങ്ങൾക്ക് കൂളിങ് വേണേൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നുള്ളൊരു കാര്യം നിർബന്ധമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ ചെയ്യുവാണ് എപ്പോഴും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ കൂളിങ് ആക്കിയിട്ട് കണ്ണൊന്നും കഴുകാൻ നിൽക്കണമെന്നില്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഇതാകുമ്പോൾ ഇതിൻ്റെ ഒരു തവണ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ സമയങ്ങളിൽ, ചെങ്കണ്ണുള്ള സമയങ്ങളിലൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്കൊരു തുണിയിൽ നനച്ചിട്ടും ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ? അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പ്യാർ വട്ടം എന്നൊക്കെ പലരും പറയും. നമ്പ്യാർ വട്ടം എന്നാണ് ഈ സാധനം. പക്ഷേ ഇത് കുറച്ച് മഞ്ചതുള്ളതാണ്. ഇതിൻ്റെ തന്നെ നല്ല കൊട പോലെ ഇരിക്കുന്നത് കിട്ടും, നല്ല കൊട പോലെ. അപ്പോൾ അതും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കൂളിംഗ് തരുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇതായതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. മറ്റ് നമ്പ്യാർ വട്ടം എന്ന് പറഞ്ഞാൽ മിക്ക ദിവസങ്ങളിലൊന്നും പൂക്കൾ ഉണ്ടാവില്ല, കൂടുതലായിട്ട് പൂവ് ഉണ്ടാവുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ പുറത്ത് ഉറുമ്പോ വേറെ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതൊന്ന്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വെച്ചിട്ടാണ് നമ്മുടെ ചെങ്കണ്ണിനുള്ളൊരു സൊല്യൂഷൻ ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായിട്ട്, നമുക്ക് നോ എക്സ്പെൻസ് ശരിക്കും, നമുക്ക് ഒരു തരത്തിലുള്ള നോ മണി ടൈപ്പ് ഐഡിയാസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ,
ഞെട്ടൊക്കെ നമുക്ക് പറിച്ച് കളയാം. അപ്പോൾ ഈ ഞെട്ടും ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം കേട്ടോ. നമുക്ക് ആ പൂവിൻ്റെ ഭാഗം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളിംഗ് ഉള്ളൊരു സാധനമാണ് കേട്ടോ. സാധാരണ കണ്ണിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞ് കണ്ണിലൊഴിക്കാം. അപ്പോൾ ചെങ്കണ്ണുള്ളവർ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുക. ആ പച്ചവെള്ളത്തിലേക്ക് നമ്മുടെ ഈ പൂവ് അടർത്തി ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഇടുക. ഇട്ടതിന് ശേഷം നമുക്ക് ഈ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂവെടുത്തിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലിട്ടിട്ട് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് പൂക്കൾ മാത്രം നമ്മുടെ കയ്യിലിട്ട് ഞെരടി കുറച്ച് വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് മുഖം കഴുകാനൊക്കെ എടുക്കുക. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്കിത് ആവശ്യ സമയങ്ങളിലൊക്കെ എടുത്തിട്ട് മുഖം കഴുകുക. ഇല്ലെങ്കിൽ ഇതിലൊരു തോർത്തോ ടവൽസോ ഒക്കെ നനയ്ക്കുക, മുക്കി വെച്ചിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഒന്നിട്ട ടവൽസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിലോട്ട് പിന്നെ മുക്കരുത്. നമ്മൾ വേറെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ മുക്കാവുള്ളൂ. ഒരിക്കലും ഇതിനകത്തിൻ്റെത്. പിന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് വീട്ടിൽ ചെങ്കണ്ണുണ്ടെങ്കിൽ ഒരാളുടെ ടവൽസോ ഒരു സാധനവും മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കണ്ണ് നമ്മൾ തിരുമാതിരിക്കുക. കണ്ണ് തിരുമുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കണ്ണിന് വേദനയും കണ്ണിൽ നിന്ന് വരും. പിന്നെ ഒരിക്കലും മറ്റുള്ളവർ നമ്മൾ ഉപയോഗിക്കുന്ന ആ സമയത്ത് ഉപയോഗിക്കുന്ന ഒന്നും ബെഡ്ഷീറ്റായാലും ഡ്രസ്സായാലും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരാൾക്കിലോട്ടും പകരത്തില്ല. ഇത് പേടിക്കേണ്ട സംഭവമൊന്നുമല്ല. പിന്നെ വളരെ കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ മാത്രമേ നമ്മൾ പോയി ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു പ്രശ്നവുമില്ല. ചിലർക്കെന്ന് വെച്ചാൽ ഈ ചെങ്കണ്ണൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കണ്ണ് ചുവന്നിരിക്കും, കണ്ണിൽ നിന്ന് വെള്ളം വരും, മഞ്ഞപ്പ് പോലെ പീള പോലെ വരും. പിന്നെ ചിലർക്ക് ഭയങ്കരമായിട്ട് പനിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ് കേട്ടോ. അല്ലാതെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളെങ്കിൽ ഇത് 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായും മാറും. അതുപോലെ വീട്ടിലുള്ള മറ്റുള്ളവർ ഇതുപോലെയൊക്കെ തന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ളത് ചെയ്തിട്ട് അവരും ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ വരാനുള്ള സാധ്യത കൂടി കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നല്ല സൂപ്പറാണ്. ഭയങ്കര കൂളിംഗ് കേട്ടോ. നമുക്ക് ഈ വെള്ളത്തിൽ തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, നല്ലതായിട്ട് കൂളിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മിക്ക വീടുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീടുകളിലൊക്കെ ഉള്ളവരാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുക. ചൂട് സമയത്തൊക്കെ നമുക്കിപ്പോൾ ചെങ്കണ്ണുണ്ടോയെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചെങ്കണ്ണ ഇല്ലെങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് ഫേസൊക്കെ കൂളാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ മുഖം കഴുകുക നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അപ്പോൾ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിത് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് വെച്ചില്ല, അതിൽ ജ്യൂസ് മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ആ വേസ്റ്റ് ഭാഗമില്ലേ അതെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കോട്ടൻ്റെ തുണി എടുക്കുക. തുണി എടുത്തതിന് ശേഷം നമുക്കിത് ഈ കോട്ടൻ്റെ തുണിയിലേക്ക് നമ്മൾ അഴിച്ച് വെച്ചിരിക്കുന്നില്ല കട്ടിയുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തണ്ണിമത്തൻ്റെ ആ കട്ടിയുള്ള ഭാഗം നമുക്ക് ജ്യൂസിൽ നിന്ന് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിത് ഇതിലോട്ട് എടുക്കുവാണ്. ഇപ്പം തന്നെ നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. കയ്യിലോട്ട് നന്നായിട്ട് തണുവ് കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ നമുക്ക് ചുറ്റിയിട്ട് ഒരു വള്ളിയിട്ട് തന്നെ കെട്ടി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ താഴത്തോട്ട് ശരിക്കും വരുന്നുണ്ടേ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇത് ചുറ്റിയിട്ട് ഇതിനകത്ത് നീര് പൊക്കോട്ടെ, അത് സാരമില്ല, നമുക്കിപ്പോൾ കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചെയ്യേണ്ടത് ഒരു വള്ളിയിട്ട് കെട്ടി കൊടുക്കുവാണേ. അപ്പോൾ ഈ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ജ്യൂസ് ഇതിനകത്ത് നല്ല കൂളിംഗ് ഉണ്ട്. അപ്പോൾ ആ കൂളിംഗ് വേണമെങ്കിൽ നമുക്ക് വെച്ചിട്ട് കണ്ണിൻ്റെ ചുറ്റിനും വയ്ക്കാം. അല്ലെങ്കിൽ കൂളിംഗ് കുറയുന്ന സമയത്ത് നമുക്ക് ഈ തണ്ണിമത്തൻ ജ്യൂസിലോട്ട് വെച്ചിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റിനുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല കൂളിങ്ങും കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.